ഇ ഡി ഇന്ന് പലർക്കും പേടിയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾക്ക്. ഇതിന് ചില കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇ ഡിയുടെ ഇടിയേറ്റവരിൽ ബഹുഭൂരിപക്ഷവും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളാണ്. ഒന്നാം മോദി സർക്കാരിന്റെയും രണ്ടാം മോദി സർക്കാരിന്റെയും കാലഘട്ടം. ഈ 10 വർഷത്തിനിടെ ഇ ഡി രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി എടുത്ത കേസുകളിൽ 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ളതാണെന്നാണ് ഏറ്റവും പ്രധാനം. വർഷം 2014 മുതൽ 22 വരെ അന്വേഷണ പരിധിയിൽ വന്നത് 121 രാഷ്ട്രീയ നേതാക്കൾ. അതിൽ 115 പേരും പ്രതിപക്ഷ നിരയിൽ നിന്നുള്ളവർ. കൂടുതൽ പ്രഹരമേറ്റത് കോൺഗ്രസിന്. 24 നേതാക്കളാണ് ഇ ഡിയുടെ കുരുക്കിൽ കുടുങ്ങിയത്. പിന്നെ തൃണമൂൽ കോൺഗ്രസ് 19 നേതാക്കൾ, NCP 11 നേതാക്കൾ, DMK 6 നേതാക്കൾ, ആം ആദ്മി പാർട്ടി 3 നേതാക്കൾ, CPM 2. കണക്കുകൾ ഇനിയുമുണ്ട്. ചെറുതും വലുതുമായുള്ള പാർട്ടികളെല്ലാം ഇ ഡിയുടെ റഡാറിൽ കുടുങ്ങിയിട്ടുമുണ്ട്. ഇനിയൊരു ഫ്ലാഷ് ബാക്ക്. കൊല്ലം 2004 മുതൽ 2014 വരെ ഒന്നാം UPA സർക്കാരും രണ്ടാം UPA സർക്കാരുമാണ് അധികാരത്തിൽ. 26 നേതാക്കളാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വന്നത്. ഇതിൽ 14 പേർ പ്രതിപക്ഷ നേതാക്കളായിരുന്നു. കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇതിൽ എത്ര കേസുകൾ എവിടെ എങ്ങനെയൊക്കെ എത്തി എന്നുള്ളത് സുപ്രധാന ചോദ്യം.